വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ത്യയിൽ ഒരു ടീച്ചറായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളം അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ടീച്ച് ഇന്ത്യ നൗ. ഈ വീഡിയോ സീരീസിലൂടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോ സീരീസിൽ പബ്ലിഷ് ചെയ്യുന്ന ഓരോ വേക്കൻസിക്കും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ടീച്ച് ഇന്ത്യ നൗ എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസീസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്ക്ലെയിമർ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. നമ്മുടെ ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മാക്സിമം വെരിഫൈ ചെയ്തതിന് ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ജെന്യൂനിറ്റി നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യണം. നമ്മളിവിടെ പബ്ലിഷ് ചെയ്യുന്ന ഒരു വേക്കൻസിക്കും നമ്മൾ റെസ്പോൺസിബിൾ അല്ല. കാരണം നമ്മളിത് മെയിൻലി ലിങ്ക്ഡിൻ, ഇൻഡീഡ് അങ്ങനെ പല പോർട്ടലുകളിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് കളക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓരോ ജോബ് വേക്കൻസിക്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളോട് ക്യാഷ് ചോദിക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് കൊടുക്കാതിരിക്കുക. അതിന് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. നിങ്ങളെ പൈസ വാങ്ങി ജോബ് തരാമെന്നൊക്കെ പറയുന്നവർ നിങ്ങളെ സ്കാം ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് അങ്ങനെ ചെയ്യരുത്. പൈസ കൊടുത്തൊരിക്കലും ജോബ് വാങ്ങാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യത്തെ ജോബ് വേക്കൻസി, ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ആദ്യത്തെ ജോബ് വേക്കൻസി ആണ് ഇവിടെ പറയുന്നത്. നാഷണൽ പബ്ലിക് സ്കൂൾ JP നഗർ, ഇത് ബംഗളൂരുവിലുള്ള ഒരു ജോബ് വേക്കൻസിയാണ്. നാഷണൽ പബ്ലിക് സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് പൊസിഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ജോബ് പൊസിഷന് വേണ്ട ഓരോ ക്വാളിഫിക്കേഷൻസും ഓരോ ജോബ് പൊസിഷന് താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് ഇമെയിലായിട്ട് അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് പൊസിഷനാണോ അപ്ലൈ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് സബ്ജക്റ്റ് ലൈനിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്യുക. CVക്ക് ഒരു ബോഡി ടൈപ്പ് ചെയ്ത് ചേർത്തിട്ട് വേണം നിങ്ങൾ CV അയക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പൊസിഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് നമ്മളുടെ കൊച്ചിയിലാണ്, ജെംസ് അക്കാഡമിയിലാണ്. കൊച്ചി ജെംസ് മോഡേൺ അക്കാഡമിയിലാണ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഒരു IB സ്കൂളാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ ഏറെ വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസിന് വേണ്ട റിക്വയർമെൻറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. 2025-2026 അധ്യയന വർഷത്തേക്കുള്ള വേക്കൻസിയാണിത്. അപ്പം നിങ്ങളുടെ CV കവർ ലെറ്ററും കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അയക്കുമ്പോൾ വെക്കേണ്ട സബ്ജക്റ്റ് ലൈൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. MYP ടീച്ചർ ആപ്ലിക്കേഷൻ. ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റ് വെക്കുക. വെച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വേക്കൻസിയിലേക്ക് പോകാം. മൂന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ബാൽ വിദ്യാ മന്ദിർ ലക്നൌവിലാണ്. ലക്നൌവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വേക്കൻസീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കേരളത്തിൽ നിന്നുള്ളവർക്കും അല്ല, ഇനി ലക്നൗ നോർത്തേൺ സ്ഥലങ്ങളിൽ ഇപ്പം ഓൾറെഡി ഉള്ളവർക്കും ഈ പറഞ്ഞിരിക്കുന്ന ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ ജോബ് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. PGT, TGT, PRT, NTT, പിന്നെ അത് കൂടാതെ നോൺ ടീച്ചിങ് സ്റ്റാഫ് വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ CV വെച്ചിട്ട് മെയിൽ ഓർ പോസ്റ്റ്
പോസ്റ്റിൽ 15 ദിവസത്തിന് ഉള്ളിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിൻ്റെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മെയിൽ ഓർ പോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമെയിൽ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇമെയിലിൽ അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സ്കൂളിൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 4ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് രാജേ ഇൻസാബ് സ്കൂൾ. ഇത് മഹാരാഷ്ട്രയിലാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ക്യാമ്പസ് ഹെഡാണ്. ഒരു CBSE സ്കൂളിൻ്റെ ക്യാമ്പസ് ഹെഡായിട്ടാണ് ആളിനെ ആവശ്യമുള്ളത്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ക്യാമ്പസ് ഹെഡായിട്ടൊക്കെയുള്ള വേക്കൻസീസ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഫോൺ നമ്പർ 25 മാർച്ചിന് ഉള്ളിൽ അയക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഫോൺ നമ്പറിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഈ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ കയറി ഒഫീഷ്യൽ ഇമെയിൽ ഉണ്ടോ എന്ന് നോക്കുക. ഒഫീഷ്യൽ ഇമെയിൽ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ ഇമെയിൽ വഴി അയക്കുക. ഒഫീഷ്യൽ ഇമെയിൽ വഴിയും ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലും ഒന്നിച്ചയക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളോട് ആരെങ്കിലും പൈസ ആവശ്യപ്പെടുകയാണ് ഈ ജോബ് തരാനായിട്ട് എങ്കിൽ ഒരിക്കലും പൈസ കൊടുക്കാതിരിക്കുക. അവർ നിങ്ങളെ സ്കാം ചെയ്യും. ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒഫീഷ്യൽ ഇമെയിൽ ID ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഫോൺ നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാണ് ഞാൻ ഇവിടെ എടുത്തു പറയാൻ കാരണം. ഇനിയും 5ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു കോച്ചിങ് അക്കാഡമിയാണ്, ബസു ക്ലാസ്സസ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി എന്ന് പറയുന്നത് JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ഫാക്കൽറ്റി, ഫൗണ്ടേഷൻ ഫാക്കൽറ്റി, അഡ്മിഷൻ കൗൺസിലർ. അപ്പോൾ ഇത്രയും ജോബ് വേക്കൻസീസ് ആണുള്ളത്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. ഞാൻ എന്തിനാണ് ഇവിടെ കോച്ചിങ് അക്കാഡമീസ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല കോച്ചിങ് അക്കാഡമീസും വളരെ നല്ല സാലറി പാക്കേജിലാണ് ഫാക്കൽറ്റീസിനെ ഹയർ ചെയ്യുന്നത്. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സാലറി ആയിരിക്കും. മേ ബി 20 to 25 lakhs പെർ ആനം ഒക്കെ ആയിരിക്കും ഇവരുടെ സാലറി പാക്കേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസിൽ കോച്ചിങ് അക്കാഡമീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നോയിഡയിലാണ്, സെക്ടർ 49 നോയിഡയിലാണ് ഈ കോച്ചിങ് അക്കാഡമി ഉള്ളത്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. ഇനിയും 6ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് നാരായണ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് കർണാടക ബംഗളൂരുവിൽ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ഫാക്കൽറ്റി ആണ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഈ പൊസിഷനിലേക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ്. ഡെസിഗ്നേഷൻ ലെക്ചറർ ആൻഡ് പ്രിൻസിപ്പൽ. 5 വർഷത്തിൽ കൂടുതൽ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം നിങ്ങൾക്ക്. MSc, MTech, BTech, BE, ME ഓർ PhD ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യുക. ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്ക്, ഇതെല്ലാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ജോബിൻ്റെ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി 7ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിലാണ്. ഇത് ഉത്തർപ്രദേശിലുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് PGT ആൻഡ് TGT ഇൻ ഓൾ സബ്ജക്ട്സ്, എല്ലാ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള സബ്ജക്റ്റുകളിലും, അതുകൂടാതെ PRT എല്ലാ PRT സബ്ജക്റ്റുകളിലും, PGT സബ്ജക്റ്റുകളിലും ഇവിടെ വേക്കൻസീസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ സ്പോർട്സ് ടീച്ചേഴ്സിനുള്ള വേക്കൻസീസ് ഉണ്ട്, മ്യൂസിക് ടീച്ചേഴ്സിന്, ഡാൻസ് ടീച്ചേഴ്സിന്. അപ്പം ഇവിടെ കാൻഡിഡേറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. CBSE അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിൽ 2 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ സാലറി അവർക്കൊരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ നോർത്തേൺ സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിൽ വളരെ നല്ല പാക്കേജാണ് ഈ പ്രൈവറ്റ് സ്കൂളുകൾ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV 25 മാർച്ച് 25 മുമ്പ് ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കുക. കൂടുതൽ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും 8ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത്
ഹാർവേഴ്സ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്കാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നോൺ ടീച്ചിങ് വേക്കൻസീസും ഉണ്ട്. ഇത് CBSE, IB, മോണ്ടിസോറി ലെവലുകളിൽ കരിക്കുലങ്ങളിലും മോണ്ടിസോറി ലെവലിലും ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, അതായത് ഈ അറ്റിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാവുന്നതാണ്. കയറി നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാവുന്നതാണ്. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. CV മാത്രമായിട്ട് അയക്കരുത്. നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതും കൂടെ മെൻഷൻ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇനി നമുക്ക് 9ാമത്തെ വേക്കൻസി പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് പബ്ലിക് സ്കൂൾ. ഹൈദരാബാദ് പബ്ലിക് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. ഇത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ കഡപ്പ ജില്ലയിലാണ് ഈ സ്കൂൾ ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ടീച്ചിങ് പൊസിഷൻ ഉണ്ട്, നോൺ ടീച്ചിങ് പൊസിഷൻസ് ഉണ്ട്. ടീച്ചിങ് പൊസിഷൻസിന് ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിൽ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉണ്ടാകണം. പിന്നെ B.Ed ഉണ്ടായിരിക്കണം. എല്ലായിടത്തും B.Ed ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നോൺ ടീച്ചിങ് പൊസിഷൻസിന് ഗ്രാജുവേറ്റ് വിത്ത് റെലവൻറ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കണമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങൾക്ക് 5th ഏപ്രിലിന് മുമ്പ് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 10ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. 10ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ക്വസ്റ്റിക്സ് എന്ന ഒരു കോച്ചിങ് അക്കാഡമിയിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള JEE ഫാക്കൽറ്റീസ്, നീറ്റ് ഫാക്കൽറ്റീസ്, ഫൗണ്ടേഷൻ ഫാക്കൽറ്റീസ് എന്നിവയാണ്. അപ്പോൾ ഇവിടെ ഓരോ സബ്ജക്റ്റുകൾക്കും വേക്കൻസീസ് അവൈലബിൾ ആണ്. ഇത് ഓൺലൈൻ സൂം ഇൻ്റർവ്യൂ ആയിരിക്കും. ഫ്ലെക്സിബിൾ ഇൻ്റർവ്യൂ ഷെഡ്യൂളിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഇത് കോട്ട ഓഫീസിലാണ് നിങ്ങളുടെ ജോബ് വരുന്നത്, രാജസ്ഥാനിൽ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ കോച്ചിങ് അക്കാഡമീസ് സ്കൂളുകളെക്കാട്ടിൽ വളരെ നല്ല സാലറി പാക്കേജുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ സീരീസിൽ കോച്ചിങ് അക്കാഡമീസിൻ്റെ വേക്കൻസീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി 11ാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് വേദാന്തമാണ്. വേദാന്തോ ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് ഇത് വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയാണ് വേദാന്തം നൽകുന്നത്. ഇതൊരു ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഇതൊരു എക്സ്ട്രാ ഇൻകമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിനും രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കാവുന്നതാണ്. ഈ ലിങ്കുകളിലെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് പോകാം. 12ാമത്തെ വേക്കൻസി ഹൈദരാബാദാണ്, തെലുങ്കാന. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള JEE നീറ്റ് ഫാക്കൽറ്റി പൊസിഷനാണ്. ഫിസിക്സ് ആൻഡ് മാത്സ് പൊസിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മിനിമം 3 വർഷം തൊട്ട് 5 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് നിർബന്ധമാണ്. പിന്നെ അതുകൂടാതെ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കിൽസും ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും 13ാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓറസ് അക്കാഡമി, നീറ്റ് IIT JEE ഫൗണ്ടേഷൻ അക്കാഡമിയാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. JEE മെയിൻ അഡ്വാൻസ് ഫാക്കൽറ്റീസ്, പ്രീ മെഡിക്കൽ, നീറ്റ് UG ഫാക്കൽറ്റീസ്, പിന്നെ ഫൗണ്ടേഷണൽ കോഴ്സ് ഫാക്കൽറ്റീസ്. അപ്പം ഇത്രയും പൊസിഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോ ലിങ്ക്, നിങ്ങളൊരു വീഡിയോ റെസ്യൂമേ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. ഫ്രഷേഴ്സിന്, നല്ല സ്ട്രോങ് സബ്ജക്റ്റ് നോളജ് ഉള്ള ഫ്രഷേഴ്സിനെ ഇവിടെ അവർ അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു നല്ല സ്ട്രോങ് സബ്ജക്റ്റ് നോളജ് ഉള്ള ഫ്രഷർ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയും 14ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഡൽഹി പബ്ലിക് സ്കൂൾ, ഹൈദരാബാദിലുള്ള ഒരു ഡൽഹി പബ്ലിക് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. ഇവിടെ മാത്സ്, ബയോളജി, കെമിസ്ട്രി, സൈക്കോളജി ടീച്ചേഴ്സിന് വേക്കൻസീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, എലിജിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ മിനിമം 2 വർഷത്തെ കേംബ്രിഡ്ജ് കരിക്കുലം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എക്സ്പീരിയൻസ്ഡുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് സാലറി ഒരു പ്രശ്നമല്ല. അത്യാവശ്യം നല്ല സാലറി പാക്കേജാണ് ഈ സ്കൂളുകളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റെസ്യൂമെ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതലായിട്ട് അറിയുവാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്കൂളിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ ഈ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇനി 15ാമത്തെ ജോബ് വേക്കൻസി ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIT JEE ഫാക്കൽറ്റീസിനെയാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷൻസിലേക്ക്, ഈ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക. 15ാമത്തെ ജോബ് വേക്കൻസി ഈ പറഞ്ഞ സ്കൂളിലേക്കാണ്, ലക്നൌവിലാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡി കോൺടാക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഒഫീഷ്യൽ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നിങ്ങളുടെ CV ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ ചെയ്യുക നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ. 16ാമത്തെ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അർജന്റ് വേക്കൻസിയാണ്. ടെക്നോ ഇന്ത്യ ഗ്രൂപ്പ് പബ്ലിക് സ്കൂളിലേക്കാണ്. അപ്പോൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ടീച്ചറായിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോ സീരീസ് മുന്നോട്ട് പോകുന്നതിന് വളരെയേറെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സന്ദീപ്. ബൈ ബൈ.